കാലവർഷം മറ്റന്നാൾ കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും മഴയ്ക്കു സാധ്യത. സന്തന സജീവ് വിവരങ്ങളുമായി ചേരുകയാണ്. സന്തന, എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ? അമാതു, ജൂൺ തുടങ്ങിയിട്ടും കാലവർഷം എത്തിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. സാധാരണ ജൂൺ 1-ാം തീയതിക്ക് കുഞ്ഞുങ്ങളൊക്കെ മഴ നനഞ്ഞ് സ്കൂളിൽ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. വലിയൊരു മഴ എവിടെയും ലഭിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും കാലവർഷത്തിന്റെ ഔദ്യോഗിക തീയതി ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 4 കാലവർഷം കേരളത്തിലേക്ക് എത്തും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. അനുയോജ്യമായ സാഹചര്യങ്ങൾ തന്നെയാണ് കാലവർഷം കേരളത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉള്ളത് എന്നുള്ള കാര്യം കൂടി കാലാവസ്ഥാ വകുപ്പ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നാളെ മുതൽക്ക് തന്നെ വ്യാപകമായ മഴ കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് തന്നെയാണ് മാധു കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നും ഇപ്പോൾ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരവും കൊല്ലവും കണ്ണൂരും കാസർഗോഡും ഈ 4 ജില്ലകൾ ഒഴിച്ചുള്ള മറ്റ് 10 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, നാളെ മുതൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അടക്കം അതിശക്തമായ മഴയടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മാധു, എന്തായാലും കാലവർഷം കൂടി എത്തുന്ന മുറയ്ക്ക് മഴയുടെ ശക്തി കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. സന്തന സജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് തന്നെ കുറച്ചു മുമ്പ് കൊച്ചിയിലൊക്കെ വളരെ ശക്തമായ മഴയാണ് ഉള്ളത്. പലയിടങ്ങളിൽ മഴ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റന്നാൾ കാലവർഷം കൂടിയെത്തും.